നമസ്കാരം. പ്രവാസി മലയാളികളിലേക്ക് സ്വാഗതം. സ്വദേശവൽക്കരണം കടുപ്പിക്കുന്ന കുവൈറ്റ് എക്കാലത്തെയും കടുത്ത നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് തന്നെ കുവൈറ്റിൽ പ്രവാസികൾക്ക് കടുത്ത ദുരിതമാണ് ഏൽക്കേണ്ടി വരുന്നത്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വ്യാപക പരിശോധനകൾ നിരവധി പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് മാത്രം 27 പ്രവാസികളെ പിടികൂടിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് കുവൈറ്റിൽ കഴിഞ്ഞു വരികയായിരുന്ന ഇവരെയാണ് അധികൃതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. പിടിയിലായ പ്രവാസികൾക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. ഇവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ഇവിടെ നിന്ന് സ്വന്തം രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുകയുമായിരുന്നു ചെയ്തത്. നാടുകടത്തപ്പെടുന്നവർക്ക് പുതിയ വിസയിലും കുവൈറ്റിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ല. അതേസമയം ഫ്രൈഡേ മാർക്കറ്റിൽ വെച്ച് മാന്യമില്ലാതെ പെരുമാറിയതിന് ഒരു നേപ്പാൾ സ്വദേശിയെ പിടികൂടിയെന്നും റിപ്പോർട്ടിലുണ്ട്. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 11 പ്രവാസികളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായും കഴിഞ്ഞ ദിവസം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ പ്രത്യേക സംഘമാണ് വിവിധ രാജ്യക്കാരെ പ്രവാസികളെ പിടികൂടിയത്. താമസ നിയമങ്ങൾക്ക് വിരുദ്ധമായി കുവൈറ്റിൽ കഴിഞ്ഞു വന്നിരുന്നവരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്തിരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. പലരും ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ്. തുടർ നടപടികൾക്കായി ഇവരെയും അധികൃതർക്ക് കൈമാറി. അടിപിടി കേസിലും അക്രമ സംഭവങ്ങളിലും സ്വഭാവ ദൂഷ്യങ്ങൾക്കും പിടിക്കപ്പെടുന്ന പ്രവാസികളെ ഉടൻ നാടുകടത്താനുള്ള നടപടികളുമായി കുവൈറ്റ് ഭരണകൂടം രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യത്തെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിക്കഴിഞ്ഞതായി ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത്തരം കേസുകളിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടുന്ന പ്രവാസികളെ നാടുകടത്താൻ മന്ത്രാലയത്തിന്റെയോ അണ്ടർ സെക്രട്ടറിയുടെ അനുമതി ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. ശരിയായ അന്വേഷണത്തിന് ശേഷം എടുക്കുന്ന ഈ നടപടി മനുഷ്യാവകാശ ലംഘനമായി പരിഗണിക്കപ്പെടുകയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ ഹവാലി, മഖ്ബൂല, സൽമിയ, അൽ റിഗ്ദ തുടങ്ങിയ പ്രവിശ്യകളിൽ പ്രവാസികൾ ഉൾപ്പെട്ട ഇത്തരം സംഘർഷങ്ങളും അടിപിടികളും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കർശന നടപടികൾക്ക് പിന്നിലെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത്തരം കേസുകളിൽ നാടുകടത്തപ്പെടുന്നവർക്ക് പിന്നീട് ഒരിക്കലും കുവൈറ്റിലേക്ക് തിരികെ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. എന്ന് മാത്രമല്ല, നിലവിൽ കേസുകളിൽ പിടിക്കപ്പെട്ട് നാടുകടത്തലിന് വിധേയരാകുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.